മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ DMKയെ ഇതിൽ ഉൾപ്പെടുത്തുമെന്നുള്ള അഭ്യൂഹവും ശക്തമായി. 20-ലധികം കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇക്കൂട്ടത്തിൽ DMKയിൽ നിന്ന് മന്ത്രിമാരെ നിയമിച്ചേക്കുമെന്നാണ് സൂചന. മണ്ഡല പുനർനിർണയ ബില്ലിനെ ശക്തമായി എതിർത്തിരുന്ന DMK ഇപ്പോൾ ചില നിബന്ധനകളോടുകൂടി അതിനെ പിന്തുണയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനത്തിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. BJPയുമായി ഒരിക്കലും സഖ്യത്തിനില്ലെന്ന് ആവർത്തിച്ചിരുന്ന DMK പക്ഷെ നിലവിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗവുമല്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസ് TVKക്ക് പിന്തുണ നൽകിയതോടുകൂടിയാണ് DMK അവരുമായി അകന്നത്. പാർലമെന്റിലെ DMK MPമാരുടെ അംഗബലം പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താമെന്നാണ് BJP കരുതുന്നത്. DMKക്ക് ലോക്സഭയിൽ 22ഉം രാജ്യസഭയിൽ 8ഉം MPമാരുണ്ട്. അതിനാൽ സുപ്രധാന ബില്ലുകൾ പാസാക്കുമ്പോൾ BJP സർക്കാരിന് DMK MPമാരുടെ പിന്തുണയും അത്യാവശ്യമായി വരും. അടുത്തിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടത്തിയ ചായ സത്കാരത്തിൽ DMK MP കനിമൊഴി പങ്കെടുത്തതും സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള DMKയുടെ വരവിന്റെ സൂചനയായും ഇതിനെ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. മട്ടന്നൂർ നഗരത്തിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെ. പ്രൊഫഷണൽ ബിസിനസ് മീറ്റിംഗുകൾക്കും സുഖകരമായ താമസത്തിനും ഏറ്റവും അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീമിയം ഹെറിറ്റേജ്. കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും വലിയ ആഘോഷങ്ങൾക്കുമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബാങ്ക്വറ്റ് ഹാളുകളും കോൺഫറൻസ് റൂമുകളും. വിശിഷ്ടമായ രുചിക്കൂട്ടുകളുമായി ഞങ്ങളുടെ റെസ്റ്റോറന്റും കഫേയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രകളിലും ആരോഗ്യം സംരക്ഷിക്കാൻ ഹൈടെക് ഫിറ്റ്നസ് സെന്റർ, ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകാൻ വെൽനസ് സ്പാ തുടങ്ങിയ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും.